നമസ്കാരം, നമുക്കിതൊരു സ്മാർട്ട് ഫോൺ പരിചയപ്പെട്ടല്ലോ. ഓപ്പോ റീനോ 14 5G എന്ന് പറയുന്ന ഓപ്പോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണിത്. നിങ്ങൾ അണ്ടർ 40,000 ഒരു സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഈ ഒരു സ്മാർട്ട് ഫോൺ 2 വീക്സിലധികമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഓൾറെഡി അൺബോക്സ്ഡ് ആണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ അൺബോക്സിങ് കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് സ്മാർട്ട് ഫോണിൻ്റെ ഒപ്പം എന്തൊക്കെയാണ് വരുന്നതെന്ന്. ഈ ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് മെയിൻ യൂണിറ്റ്, അതേപോലെ ഇതിന്റെ ഒരു ബാക്ക് കേസ് ബ്ലാക്ക് കളറിലുള്ളത് കിട്ടുന്നുണ്ട്. പിന്നെ ചാർജർ ബോക്സിൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ചാർജിങ് കേബിൾ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതാണ് ഓപ്പോ റീനോ 14. എൻ്റെ കയ്യിലുള്ളത് ബേസ് വേരിയന്റ് ആണ്. ഏകദേശം 33,000 തൊട്ട് 34,000 രൂപയ്ക്കുള്ളിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ 8GB റാമും 256GB ഇന്റർണൽ സ്റ്റോറേജുമാണ് വരുന്നത്. ഇതിന്റെ 12GB റാം വേരിയന്റും ഓൾറെഡി അവൈലബിൾ ആണ്. ഇത് റീനോ 14 5G ആണ്. ഇനി റീനോ 14 Pro എന്ന് പറയുന്ന മറ്റൊരു വേരിയന്റ് കൂടെ മാർക്കറ്റിലുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. പക്ഷേ വിലയിൽ നല്ല രീതിയിലുള്ള വ്യത്യാസം വരും. ഇതിനു മുമ്പ് റീനോ 13 ആയിരുന്നു ഇറങ്ങിയത്. 13 കമ്പയർ ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള വ്യത്യാസമൊന്നും ഈ ഒരു ഫോണിൽ വന്നിട്ടില്ല. ഇതിന്റെ ബാക്ക് സൈഡിലെ ക്യാമറ മൊഡ്യൂളും കാര്യങ്ങളും ഒക്കെ ഏകദേശം അതേപോലൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ബാക്ക് സൈഡിൽ ഗ്ലാസ് ആണ് വരുന്നത്. അതേപോലെ മെറ്റൽ ഫ്രെയിമിലാണ് ഈ ഒരു ഫോൺ ബിൽഡ് ചെയ്തിട്ടുള്ളത്. നല്ല പ്രീമിയം ലുക്കിൽ നല്ല ഇൻഹാൻഡ് ഫീൽ നൽകുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണിത്. ഇതിന്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത് 6.59 ഇഞ്ച് ആണ്. 6.59 ഇഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് അത്ര വലിപ്പമുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വലിപ്പമില്ല, എന്നാൽ അത്ര ചെറിയ ഫോണാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ചെറുതുമല്ല. ആ ഒരു വലിപ്പത്തിൽ വരുന്നൊരു സ്മാർട്ട് ഫോണാണിത്. വളരെ ഈസി ആയിട്ട് നമുക്ക് കയ്യിൽ ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റും. ഇതിനേക്കാളും വലിപ്പം കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാവും. എന്നാൽ ഇതിനേക്കാളും ചെറുതായി പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേ വളരെ ചെറുതായി പോകും. അപ്പൊ അതിന്റെയൊക്കെ ഇടയ്ക്ക് ഐഡിയൽ ആയിട്ടുള്ള ഒരു സൈസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിട്ടുള്ളത്. ഇതിന്റെ തിക്നെസ് വരുന്നത് 7.42 mm ആണ്. ഇതിന്റെ വെയിറ്റ് 187 gram ആണ്. IP6869 സർട്ടിഫിക്കേഷനും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ഈ ഫോണിന്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും ഒക്കെ നല്ല പ്രീമിയം ലെവലിലാണ് വന്നിട്ടുള്ളത്. വലിയ രീതിയിലുള്ള കോംപ്രമൈസ് ഒന്നും ആ ഒരു കാര്യത്തിൽ ബ്രാൻഡ് ഇതിൽ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ നോക്കാം. 6.59 ഇഞ്ചിന്റെ അംലോഡ് ഡിസ്പ്ലേ ആണ് വരുന്നത് വിത്ത് 120 Hz റീഫ്രഷ് റേറ്റ് കൊണ്ട്. പ്രൊട്ടക്ഷൻ വരുന്നത് കോർണിംഗ് ഗൊറില്ല ക്ലാസ് 7i പ്രൊട്ടക്ഷൻ ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ബെസൽസ് ഒക്കെ വളരെ തിൻ ആണ്. പിന്നെ റൗണ്ട് ഷേപ്പ് കോർണറിലാണ് ഇതിന്റെ ഡിസ്പ്ലേ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ചില ആളുകൾക്ക് റൗണ്ട് ഷേപ്പ് കോർണർ ഇഷ്ടപ്പെടും, ചിലർക്ക് നമ്മുടെ S24 Ultra ഉണ്ടല്ലോ അതുപോലെയൊക്കെയുള്ള ഫോണുകളാണ് ചിലർക്ക് താല്പര്യം. പക്ഷെ എനിക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം എനിക്ക് ഇതിന്റെ ഈ ഒരു ഡിസൈൻ വളരെ ഇഷ്ടപ്പെട്ടു. ഇതിന് മുമ്പ് ഞാൻ S24ന്റെ ആ ഒരു ടൈപ്പ് കോർണറുള്ള ഫോണുകളായിരുന്നു എനിക്ക് താല്പര്യം. പക്ഷെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഈസിയാണ് ഇത് ഹാൻഡിൽ ചെയ്യാൻ. നമ്മുടെ കൈയുടെ സൈഡിൽ കൊണ്ടുകയറുന്ന ഒരു പ്രശ്നമൊന്നും ഇതിന്റെ ഈ എഡ്ജസിൽ നിന്ന് ഉണ്ടാകത്തില്ല ഇങ്ങനത്തെ എഡ്ജ് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നി. ഡിസ്പ്ലേയുടെ സെന്ററിൽ പഞ്ച് ഹോൾ ക്യാമറ കാണാൻ സാധിക്കും. ബ്രൈറ്റ്നസ് വരുന്നത് 1200 nits ആണ്. ബ്രൈറ്റ്നസിന്റെ കാര്യത്തിൽ ഇൻഡോർ യൂസ് ആയാലും ഔട്ട്ഡോർ ആയാലും വലിയ രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റു ഫോണുകളുമായിട്ടൊക്കെ ചിലപ്പോൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് ബൈ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രൈറ്റ്നസ് കുറച്ച് ഇതിന് കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഡിസ്പ്ലേ കളേഴ്സും നല്ല വൈബ്രന്റ് ആണ്. HDR10+ സപ്പോർട്ടഡ് ആണ്. നെറ്റ്ഫ്ലിക്സ് കണ്ടന്റുകളൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് വാച്ചിങ് എക്സ്പീരിയൻസ് ഈ ഡിസ്പ്ലേയിൽ നിന്ന് കിട്ടും. യൂട്യൂബിലാണ് കണ്ടന്റ് വാച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 4K HDR സപ്പോർട്ടഡ് ആണ്. നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് ഈ ഒരു ഡിസ്പ്ലേയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ MediaTekന്റെ Dimensity 8350 ചിപ്സെറ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. LPDDR5X റാമിനൊപ്പമാണ് ഈ ഫോൺ വരുന്നത്. UFS 3.1 സ്റ്റോറേജ് ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. സ്റ്റോറേജിന്റെ കാര്യത്തിൽ ചെറിയൊരു കോസ്റ്റ് കട്ടിങ് നടത്തിയിട്ടുണ്ട്. കുറച്ചുകൂടെ ബെറ്റർ സ്റ്റോറേജ് ഇതിൽ നൽകാമായിരുന്നു എന്ന് എനിക്ക് തോന്നി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. 8GB 256GB വേരിയന്റ് ബേസ് വേരിയന്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ എക്സ്റ്റേണൽ മെമ്മറി കാർഡ് നമുക്ക് ഇടാനുള്ള ഒരു ഓപ്ഷൻ നൽകിയിട്ടില്ല. അപ്പം ഒരുപാട് മെമ്മറിയൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഹയർ വേരിയന്റിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. കാരണം 256GB അത്ര സഫീഷ്യന്റ് അല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. നമ്മൾ ഹൈ ക്വാളിറ്റി ഫോട്ടോസും വീഡിയോസും ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ ഈ 256GB ഫിൽ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോളുക. AnTuTu സ്കോർ ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം 14 lakhs-നടുത്താണ് വന്നിട്ടുള്ളത്. ഡേ ടു ഡേ ലൈഫിൽ വളരെ സ്മൂത്ത് ആയിട്ട് ഈ ഫോൺ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓവർ ഹീറ്റ് ആകുന്ന പ്രശ്നമോ അല്ലെങ്കിൽ മൾട്ടി ടാസ്ക് ചെയ്യുന്ന സമയത്ത് ലാഗ് ആകുന്ന പ്രശ്നമോ അങ്ങനെയൊന്നുമില്ല. മോസ്റ്റ് ഓഫ് ദ ആപ്സ് നമുക്ക് ഇതിൽ 120 Hz റീഫ്രഷ് റേറ്റിൽ ഉപയോഗിക്കാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ സോഫ്റ്റ്വെയർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ColorOS 15 വരുന്നത്. ആൻഡ്രോയിഡും 15 ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പോളിസി പറഞ്ഞിരിക്കുന്നത് 3 year സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 4 year സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലൊക്കെ വരുന്ന ഫോൺ ആയതുകൊണ്ട് വേണമെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് 4+5 കൊടുക്കായിരുന്നു. അതായത് 4 yearന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 5 yearന്റെ സെക്യൂരിറ്റി അപ്ഡേറ്റും നൽകാമായിരുന്നു. പക്ഷേ ഇവിടെ അത് ലഭിക്കുന്നില്ല. 3+4 ആണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന്റെ പോളിസി. ഒപ്പം തന്നെ ഒരുപാട് AI ഫീച്ചേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. കോൾ സമ്മറി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ യൂട്യൂബിലോ
മറ്റൊരു കണ്ടന്റ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കണ്ടന്റിന്റെ സമ്മറി എടുക്കണമെന്നുണ്ടെങ്കിൽ ആ സമ്മറി വിത്ത് ഓഡിയോ റെക്കോർഡോട് കൂടി എടുക്കാനുള്ള AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. അത് മാത്രമല്ല ഒരുപാട് AI ഫീച്ചേഴ്സ് ഉണ്ട്. AI ഫീച്ചേഴ്സിന്റെ ഒക്കെ മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യേണ്ടി വരും. അടുത്തായിട്ട് ഫോൺ റിവ്യൂസിന്റെ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ സാധാരണ കാണാറുള്ള ഒരു കാര്യമാണ് ബ്ലോട്ട്വെയർ ഉണ്ടോ, ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. ഇതിൽ ഇഷ്ടം പോലെ ബ്ലോട്ട്വെയർ ആപ്സ് വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇങ്ങനെ ബ്ലോട്ട്വെയർ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് നമ്മളിത് കാണുമ്പോൾ ചിന്തിച്ചു പോകും. എന്നാലും ഇവിടെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ ഈ ബ്ലോട്ട്വെയർ ആപ്സ് മൊത്തം നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കുറെ ഗെയിമിംഗ് അങ്ങനെയൊക്കെയുള്ള കുറെ ആപ്സ് ആണ്. പിന്നെ ഗൂഗിളിന്റെ സാധാരണ നമുക്ക് കിട്ടുന്ന ആപ്സും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ വേണ്ടാത്ത ആപ്സ് ഒക്കെ തന്നെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നവരൊക്കെ തന്നെ ഇതിന്റെ ക്യാമറ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ 3 ക്യാമറ സെറ്റപ്പ് ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ബാക്ക് സൈഡിൽ മെയിൻ ക്യാമറ 50 മെഗാ പിക്സലിന്റെ ആണ് വരുന്നത്. അതേപോലെ ടെലിഫോട്ടോ ലെൻസും 50 മെഗാ പിക്സലിന്റെ ആണ് വരുന്നത്. അൾട്രാ വൈഡ് ലെൻസ് വരുന്നത് 8 മെഗാ പിക്സലിന്റെ ആണ്. ഇതിന്റെ സെൽഫി ക്യാമറയും 50 മെഗാ പിക്സലിന്റെ ആണ് വരുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുള്ള ഫോട്ടോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബാക്ക് ക്യാമറയിൽ ക്ലിക്ക് ചെയ്ത ഫോട്ടോസ് ആണ് ഇവിടെ കാണിക്കുന്നത്. നല്ല ഡീറ്റെയിൽസ് ക്യാപ്ചർ ആവുന്നുണ്ട്. അതേപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളറും കോൺട്രാസ്റ്റും ഒക്കെയാണ് ഫോട്ടോസിൽ വരുന്നത്. ടെലിഫോട്ടോ ലെൻസ് യൂസ് ചെയ്ത് സൂം ചെയ്ത് ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3.5x ടെലിഫോട്ടോ ലെൻസ് സ്റ്റാർട്ട് ആവും. അപ് ടു 120x വരെ സൂം ചെയ്ത് ഫോട്ടോസ് ഇതിൽ എടുക്കാനായിട്ട് സാധിക്കും. പോർട്രേറ്റ് ഷോട്ട് മൾട്ടി ഫോക്കസ് ലെങ്ത് യൂസ് ചെയ്തുകൊണ്ട് എടുക്കാനായിട്ട് പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ള പോർട്രേറ്റ് ഇമേജുകൾ ഇതിന്റെ ക്യാമറ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അൾട്രാ വൈഡ് ലെൻസ് 8 മെഗാ പിക്സലിന്റെ ആണ്. ഇതിൽ കളറും കോൺട്രാസ്റ്റും ഒക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. പക്ഷെങ്കിൽ ഡീറ്റെയിലിംഗ് ലിമിറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു. ഇനി വീഡിയോ ക്യാമറയുടെ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ക്യാമറയിൽ 4K 60 FPS വരെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അൾട്രാ വൈഡ് ആണെന്നുണ്ടെങ്കിൽ ഫുൾ HD 60 FPS വരെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി സെൽഫി ക്യാമറയുടെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ബാലൻസും അതേപോലെ കോൺട്രാസ്റ്റും എഡ്ജ് ഡിറ്റക്ഷനും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് ക്യാമറ ഏകദേശം അതിന്റെ പണി പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോൺ ഉപയോഗിച്ച് നല്ല ക്വാളിറ്റി സെൽഫീസ് ക്ലിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ക്യാമറയുടെ ക്വാളിറ്റി. വ്ലോഗ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റിയിലുള്ള വീഡിയോകൾ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. എക്സ്റ്റേണൽ മൈക്ക് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതിന്റെ ഫോണിലെ മൈക്കിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സൗണ്ട് റെക്കോർഡ് ആകുന്നത്. സെൻസേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ കിട്ടുന്ന ഫോണുകളിൽ വരുന്ന എല്ലാ സെൻസേഴ്സും ഇതിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ നൽകിയിട്ടുണ്ട്. നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. കണക്ടിവിറ്റിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5G ബാൻഡ്സ് ഇതിൽ 11 നൽകിയിട്ടുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് വേർഷൻ 5.4 ആണ് നൽകിയിട്ടുള്ളത്. Wi-Fi 6 സപ്പോർട്ടഡ് ആണ്. NFC-യും ഇതിൽ സപ്പോർട്ടഡ് ആണ്. ഇനി ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി, സ്പീക്കറിന്റെ ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ കിട്ടുന്ന നല്ല ബെസ്റ്റ് ക്വാളിറ്റിയുള്ള സ്പീക്കേഴ്സ് ആണ് ഞാൻ ഉപയോഗിച്ചിടത്തോളം ഇതിൽ നൽകിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു ഫോൺ വാങ്ങി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്പീക്കർ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ള കാര്യം മറക്കാതെ കമന്റ് ചെയ്യുക. ഇതിന്റെ ബാറ്ററി 6000 mAh ആണ്. 80 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. ഇതിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ടഡ് അല്ല. വയർലെസ് ചാർജിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ പ്രോ വെർഷനിലേക്ക് പോകേണ്ടതായിട്ട് വരും. ഈ 6000 mAh ബാറ്ററി ഒക്കെ കയറുന്ന ഫോണാണ്. എന്നിട്ടും ഇതിന്റെ തിക്നെസ് നോക്കി വളരെ തിന്നായിട്ടുള്ള ഒരു ഫോണാണിത്. ഒരു നോർമൽ യൂസ് ഒക്കെയാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ 1 to 2 days ഒക്കെ ബാറ്ററി ബാക്കപ്പ് തരും. അപ്പോൾ ഈ ഒരു ഫോണുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കി. ഞാൻ ഈ ഫോൺ കുറച്ച് ദിവസങ്ങളായിട്ട് ഉപയോഗിക്കുന്നു. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഇതിന് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ ഇതിനേക്കാളും കുറച്ചുകൂടെ വലിപ്പമുള്ള ഫോണാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ചെറിയൊരു ഫോൺ ആയതുകൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. കാരണം ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഫോണുകളൊക്കെ തന്നെ കുറച്ച് വലിപ്പമുള്ള ഫോണുകളാണ്. അപ്പം അതിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ഇത്രയും ചെറിയൊരു ഫോണിലേക്ക് മാറുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു സൗകര്യം നമുക്ക് ഈ ഫോണിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയും ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. ഇതിന്റെ ബാക്ക് സൈഡ് ഗ്ലാസ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഏത് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കമ്പനി ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. മെറ്റൽ ബോഡിയാണ് നൽകിയിരിക്കുന്നത്. ഫ്രണ്ട് ഗ്ലാസ് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 7i ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അങ്ങനെ ഒരുമാതിരി ഒരു പ്രീമിയം സെഗ്മെന്റിലുള്ള കുറേയധികം കാര്യങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. ഇതിന്റെ ക്യാമറയും അത്ര മോശമല്ലാത്ത ക്യാമറ ക്വാളിറ്റി നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ബൈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതേപോലെ ഈ ഒരു പ്രൊഡക്റ്റ് കുറച്ച് ദിവസം കൂടെ ഉപയോഗിച്ചതിന് ശേഷം അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആ കാര്യം കൂടെ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യുക. എന്നാൽ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇതിൽ നല്ലൊരു അൺബോക്സിംഗും റിവ്യൂ ഒക്കെ ആയി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.